ഹായ്, അസ്സലാമലൈക്കും. ഒന്ന് എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ കോഴിക്കോട് പോയതിനെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഭാഗം ഞാൻ നേരത്തെ ഇട്ടിരുന്നു. ഇത് രണ്ടാം ഭാഗമാണ്. വലിയ വീഡിയോ ആയതുകൊണ്ട് ഇതിന് 2 ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. കോഴിക്കോട് പോയ അന്ന് രാത്രി മുതലുള്ള പിറ്റേ ദിവസം ഇങ്ങോട്ട് വരുന്നത് വരെയുള്ള വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വീഡിയോ കാണണം. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. കമൻ്റ് എഴുതാൻ വയ്യെങ്കിലും ഒരു ചെറിയ ഹാർട്ടെങ്കിലും തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ രാത്രി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. മക്കളൊക്കെ ഉറക്കമായി കേട്ടോ. അപ്പോൾ മോളും മോനും അപ്പുറത്തെ ബെഡ്റൂമിലാണ് കിടക്കുന്നത്. ഞങ്ങൾ 3 പേരും ഇവിടെ ഹാളിലാണ് കേട്ടോ. 3 പേരല്ല 4 പേരും കൂടെ ഇവിടെ ഹാളിലാണ് കേട്ടോ കിടക്കുന്നത്. അതായത് ഞാൻ, ആരിഫ, മിസ്രിയ, റസീന. അപ്പോൾ എൻ്റെ അയാൻകുട്ടിയുണ്ട്, പിന്നെ മിസ്രിയുടെ മോളും കൂടെയാണ്. ഞങ്ങൾ രാത്രിയിൽ നല്ല ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും നമ്മൾ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് പിറ്റേ ദിവസം രാവിലെയുള്ള വിശേഷം. രാവിലെ ചായക്ക് കടിയെന്ന് വെച്ചാൽ വെള്ളപ്പം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആ ചെറിയ കുക്കറിൽ കിഴങ്ങാണ് കേട്ടോ, പൂളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടുണ്ടാക്കണം. അപ്പോൾ ഇതാ നമ്മൾ ബീഫ് കറി വെക്കുന്നത് നമ്മുടെ റസീന ഡ്രീംസാണ് കേട്ടോ. തലേ ദിവസം തന്നെ റസീനയോട് ആരിഫ പറഞ്ഞിരുന്നു, രാവിലത്തെ ബീഫ് നിൻ്റെ സ്പെഷ്യലാണ്, നീയാണ് കറി വെക്കേണ്ടത്. അങ്ങനെ ഞങ്ങളത് ഓരോ ഗ്ലാസ് കട്ടൻ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ പണിയൊക്കെ ഇങ്ങോട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. റസീന പിന്നെ കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ. അവൾ പെട്ടെന്ന് ഒരു കാൽ ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അവളുടെ വീട്ടിൽ പണിക്കാരൊക്കെ എത്തും രാവിലെ. അതിന് മുന്നേ തന്നെ അവൾക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അവൾ പെട്ടെന്ന് കാൽ ചായ കുടിച്ചിട്ട് അവളും ഭർത്താവും മോനും അവൾ പോയപ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു ഉഷാറൊക്കെ പോയിട്ടാണ്. പിന്നെ നമുക്കും ആ ഒരു മൂഡ് ഓഫ് ആയി. നമുക്കും പെട്ടെന്ന് ഇനി അവിടെ നിന്നൊക്കെ ഇറങ്ങണം എന്നുള്ളൊരു ചിന്തയൊക്കെ. വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ അത് രാവിലത്തെ ചായ കുടിക്കലൊക്കെ ചെയ്യണം. അതായത് അവൾ പോയതിന് ശേഷം കേട്ടോ, റസീന പോയതിന് ശേഷമാണ്. അപ്പോൾ ഇതാ പൂളക്കിഴങ്ങ് പുഴുങ്ങി വെള്ളപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ബൂസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ പൊരിച്ചതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം മിസ്രിയ മുറ്റമടിക്കലാണ്. അപ്പോൾ ഞാനത് ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടാവുന്ന തോന്നുന്നത് കേട്ടോ. അപ്പോൾ മിസ്രി മുറ്റമടിക്കുകയാണ്. അപ്പോഴേക്കും ഞങ്ങളിവിടെ പേശപ്പുറത്ത് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കാനൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞതും പിന്നെ ഷമീറ ഡ്രീംസ് ഉണ്ടല്ലോ നമ്മുടെ, അപ്പോൾ അവളെയും വിളിച്ചു വിട്ടു. അപ്പോൾ അവളും എത്തിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയം ആരിഫ പറയുന്നുണ്ട് എന്നോട് മിസ്രിയോട് അവിടെ എന്തായാലും നിൽക്കുക, നാളെ പോകാമെന്ന് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് റസീനയൊക്കെ പോയപ്പോൾ ആകെ ഒരു മൂഡില്ല, ഉഷാറില്ലാതായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഒരു ദിവസം വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ നിൽക്കാമെന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെ ഓരോ ചർച്ചാ വിഷയങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ മിസ്രിയുണ്ട്, സുഹൈലയുടെ മക്കളുണ്ട്, ഞാൻ, എൻ്റെ കുട്ടികൾ, നമ്മുടെ ഷമീറ, ആരിഫ, പിന്നെ ഇന്ദുസ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടീൻ്റെ കേട്ടോ, ഇന്ദു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളും ഞങ്ങളങ്ങനെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങളത് രാവിലത്തെ ചായ കുടിക്കാനാണ് കേട്ടോ. പിന്നെ ചായ കുടിക്കലെല്ലാം കഴിഞ്ഞത് ഞങ്ങൾ പിന്നെ പോകാൻ വേണ്ടി എല്ലാവരും അവാർഡൊക്കെ മേടിച്ചപ്പോൾ എനിക്ക് മാത്രം അവാർഡൊന്നുമില്ല. എന്നാലും ഞാൻ അവിടെ ഉള്ള ഒരാളുടെ അവാർഡൊക്കെ എടുത്തൊരു ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് WCCൻ്റെ അവാർഡ്. ആരിഫയുടെ അവാർഡാണ് കേട്ടോ. അവളവിടെ ഷോക്കേസിൽ വെച്ചതാണ്. പക്ഷേ ഞാനത് എടുത്തിട്ട് വേഗം ഒരു ഫോട്ടോയും കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അവരെല്ലാം എന്നോട് പറയുന്നുണ്ട് കേട്ടോ, അടുത്ത വർഷം ആകുമ്പോഴേക്കും നെയ്യും ഇതുപോലെ മേടിക്കണം എന്നൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആരിഫി ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തു തന്നു കേട്ടോ, ആരിഫ റെയിൽവേ സ്റ്റേഷനിലേക്ക്. പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ റെയിൽവേക്ക് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾക്കുള്ള ട്രെയിൻ വരാൻ കുറച്ചും കൂടി സമയമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് തന്നെ ബീച്ചിൽ ഇറങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് കോഴിക്കോട് പോയിട്ട് ബീച്ച് കാണാതാകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര എന്താ പറയുക, ഒരു വാശിയൊക്കെയാണ്. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ ബീച്ച് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ബീച്ചില്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ കാണാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങളത് അവിടെ നിന്ന് കോഴിക്കോട് ബീച്ചിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ ബീച്ച് നിൽക്കുന്ന സ്ഥലപ്പേരൊന്നും നമുക്ക് മിസ്രിയുടെ മോളാണ് കേട്ടോ. അപ്പോൾ ഈ ബീച്ച് നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞല്ലോ, WCCൻ്റെ ആ പരിപാടി കഴിഞ്ഞ ഹാളിൻ്റെ തൊട്ട് മുൻപിലുള്ള ബീച്ച് തന്നെയാണ് കേട്ടോ. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മിസ്രിക്ക് എങ്ങോട്ടും ഇളകാനും നടക്കാനും വയ്യെന്ന് പറഞ്ഞാൽ അവൾ ആ മരത്തിൻ്റെ ഒരു ചോട്ടിൽ അവൾ ഇരിപ്പായി. പിന്നെ ഞാനും മക്കളൊക്കെ പോയിട്ട് കുറച്ച് നേരം കടലിൽ കളിക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയി. പണ്ടേ കടലിൽ കളിക്കാൻ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അതുപോലെ കളിക്കാനൊന്നും പറ്റിയില്ല. കാരണം ഞാൻ കളിക്കാൻ നിന്ന എൻ്റെ മക്കളും കൂടെ നിൽക്കും, പിന്നെ അവരെ ശ്രദ്ധിക്കാൻ കഴിയില്ല. മിസ്സിൻ്റെ മോളതാ മിസ്സിൻ്റെ അടുത്തേക്ക് തന്നെ ഓടിപ്പോയിട്ട് അവൾ അധികം
നേരം ഒന്നും നിന്നില്ല. പിന്നെ അത് എൻ്റെ മോളും 2 മക്കളും 3 കൂടെ അവിടുന്ന് കടലിലൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഷോർട്ട് വീഡിയോ ഇടാനൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എന്തായാലും 2:15 ട്രെയിൻ. അതുവരെ നമുക്ക് അങ്ങനെ സമയം പോകണ്ട. പിന്നെ കുട്ടികൾക്കൊരു സന്തോഷം ബീച്ചിലൊക്കെ കളിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ ബീച്ചിലൊക്കെ കുറേ നേരം കളിച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് വെള്ളവും ചായയും ഒക്കെ കുടിച്ചു. പിന്നെ നമ്മുടെ ആരിഫ് മുത്തുണ്ടല്ലോ, അവള് പിന്നെ കുറച്ച് ബിരിയാണിയൊക്കെ പാർസലാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണിയൊക്കെ അവിടുന്ന് കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. അപ്പോൾ ഇത് ഷോർട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാനും അയ്യാങ്കുട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ കറക്കണതും അവനായിട്ട് ഞാനും കുറച്ച് ഓടി കളിക്കണതൊക്കെ ഒരു വീഡിയോ എടുത്തത്. ലാസ്റ്റ് പിന്നെ മോന് അവിടുന്ന് കയറാതെ ആയിട്ടോ ഭയങ്കര വാശിയും കരച്ചിലൊക്കെ ആയി. പിന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് കേട്ടോ അവനെ പിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവന് വെള്ളമൊക്കെ കാണുമ്പോൾ അതിൽ കളിക്കാൻ നല്ല ഇഷ്ടമായി. ഇങ്ങനെയൊക്കെ ഓടി കളിക്കുമ്പോഴും ഒരു വിഷമമുണ്ട് കേട്ടോ. കാരണം ഇനി എല്ലാവരുമായിട്ട് നമ്മൾ പിരിയാൻ നിൽക്കുകയാണല്ലോ. മിസിരി ഞാനും തിരൂർ വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ മിസിരിയും പോകും. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള ഉഷാറൊന്നും ഇങ്ങോട്ട് വരുമ്പില്ല കേട്ടോ. അങ്ങനെ 2:15 ട്രെയിൻ കിട്ടി. അപ്പോൾ ഞങ്ങളിങ്ങനെ സാധാ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത് ഏറ്റവും ലാസ്റ്റ്. അപ്പോൾ മക്കളൊക്കെ കയറി സീറ്റ് പിടിക്കുകയൊക്കെ ഞാനും എൻ്റെ മക്കളും മിസിരിയോട് കുറേ നിർബന്ധിച്ചു കേട്ടോ, വായോ നമുക്ക് പട്ടാമ്പി പോകാം. അവൾക്ക് വരാനൊക്കെ നല്ല മനസ്സുണ്ട്. പിന്നെ പുതിയാപ്പിളയോട് ചോദിച്ചപ്പോൾ നമുക്ക് പിന്നെ ഒരു ദിവസം ആവാം എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ മക്കൾക്കും അവളെ പിരിയാൻ നല്ല വിഷമം കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടെ അവിടെ കളിച്ച് രസിച്ച് അങ്ങനെ ഇരുന്നു. തിരൂരൊക്കെ എത്തി. പിന്നെ മിസിരി ഇറങ്ങിപ്പോയിട്ടോ. തിരൂരെത്തിയതും അവൾ പോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.